ഹായ് ഓൾ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ടൊമാറ്റോ റൈസ് പ്രിപ്പയർ ചെയ്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഹീറ്റായി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് ജീരകവും അതുപോലെ തന്നെ പൊട്ടുകടലയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാഷ്യൂ നട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്യുന്നുണ്ട്. ഒരു പൊട്ടുകടലയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു ബ്രൗണിഷ് കളറാവുന്ന വരെ നമ്മൾ നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സെയിം പരിപാടി തന്നെ നന്നായിട്ടൊന്ന് വെളുത്തുള്ളിയൊക്കെ മുരിയുന്ന പോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് ഒരു 2 സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. 2 സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സവാള സോട്ട് ചെയ്യുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ പെട്ടെന്ന് കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മുടെ സവാളയൊക്കെ വാടി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വേറൊരു പാനിൽ കുറച്ച് മുട്ട പൊരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ചിക്കി പൊരിച്ചെടുക്കാൻ പോകുന്നുണ്ട്. കാരണം ഈ ഒരു ചിക്കി പൊരിച്ച ഫോമിലുള്ള മുട്ട നമുക്ക് നമ്മുടെ മറ്റേ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിത് രണ്ടും പാരലലി ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ സവാളയും ബാക്കിയുള്ള സാധനങ്ങളും നന്നായിട്ട് റോസ്റ്റ് ആയി വരുമ്പോഴത്തേനും ഇതിൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടികൾ നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞളിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കായമുണ്ടോ, കായം കുറച്ചുകൂടി കൂടുതൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കുറച്ച് അധികം കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ പൊടികളൊക്കെ വേകുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട കൂടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ പൊടികളെല്ലാം വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതിലേക്ക് നമ്മുടെ തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. കുറച്ച് നേരം നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇത് കുറച്ച് നേരം നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി കുറച്ചും കൂടി ഒന്ന് ഉടനെ കുറച്ചുകൂടി സോഫ്റ്റ് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കായി കഴിയുമ്പോഴത്തേനും നമ്മുടെ മുട്ട ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ അധികം വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച റൈസാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വലിയൊരു ഉരുളിയിലോ അങ്ങനത്തെ എന്തെങ്കിലും പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ടാകും. വലിയൊരു പാത്രത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു വലിയൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ച് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ ടൊമാറ്റോ റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ റൈസ് എന്തായാലും റെഡി. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.